Hi friends, ഇന്നത്തെ നമ്മുടെ സാരി വീഡിയോയിലെ കളക്ഷൻസ് എന്ന് പറയുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ. 3 ഫാബ്രിക്കും 3 പാറ്റേണുമാണ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഹിറ്റാക്കിയ ഐറ്റം തന്നെയാണ്. സെമി ജൂട്ട് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന കുറച്ച് കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നൊരു കളക്ഷൻ ആയിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്രാവശ്യം ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് പാറ്റേൺ വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കോട്ടഡോറിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കോട്ടൺ പോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ആ ഒരു സോഫ്റ്റ് ലുക്കും സോഫ്റ്റ് ആൻഡ് എലഗൻ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരീസ് കാണിക്കുന്നുണ്ട്. പിന്നെ തേർഡ് വൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്ന സാരീസ്. ഇതിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്ന സാരീസ്. ഇതിന്റെ ഡിഫറെന്റ് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു റീസ്റ്റോക്ക് ആട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഹൈ എൻക്വയറി ഉണ്ടായിരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പുതിയ കളേഴ്സ് അടിപൊളിയായിട്ടുള്ള പാറ്റേണും വരുന്ന ഐറ്റംസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഈ ഒരു അടിപൊളി കളക്ഷൻസ് ഒക്കെ നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്. ഷോപ്പ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പർച്ചേസ് ചെയ്താലും ഓഫ്ലൈൻ പർച്ചേസ് ചെയ്താലും ഒക്കെ നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കാം. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന സെമി ജൂട്ട് സിൽക്ക് സാരീസ് ആണ്. ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത്രയധികം പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. ഇപ്രാവശ്യം അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡ്. അതിലേക്ക് ഒരു പിങ്കിന്റെ കോമ്പിനേഷൻ ആണ് ബോർഡർ പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അത് ബനാറസി വീവിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഉടുത്താലൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലീസ് ചെയ്തോ അതല്ല വള്ളറായിട്ടൊക്കെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. പല്ലു സിമ്പിളായിട്ട് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ബോർഡറിന്റെ ഒക്കെ കളറിലേക്ക് വരും. അതിൽ വീവിംഗ് പാറ്റേൺ വരുന്ന ഒരു ബോർഡർ പോർഷൻ ഉണ്ടാവും സ്ലീവ് എൻഡിലേക്ക്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1795 ആണ്. ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് എനിക്ക് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു വൈൻ ഷെയ്ഡ് ആണ്. അതിലേക്ക് ഗ്രീനിന്റെ ഒരു കോമ്പിനേഷനുമായിട്ട് വരും. സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ബോഡി പോർഷന്റെ കളറാണ് നമ്മുടെ ആ ഒരു ടാസിൽസിലേക്ക് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. 1795 ആണ് റേറ്റ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഒരു ഷെയ്ഡാണ് ചെറുപയർ പച്ച. അപ്പോൾ അത് ഇത് പ്രാവശ്യം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിഷുവിനും ഈസ്റ്ററിനൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും പറ്റിയൊരു ഓപ്ഷൻ ആട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനും വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് കോമ്പിനേഷൻ വരുന്നത്. 1795 റേറ്റിലേക്ക്. അടുത്തത് ഡാർക്ക് ബേജ് അല്ലെങ്കിൽ ചിക്കുൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ്. അതിലേക്ക് ഒരു മെറൂൺ കോമ്പിനേഷനുമായിട്ടാണ് ബോർഡർ പോർഷൻ വന്നിരിക്കുന്നത്. പല്ലു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരിക. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് വരും. 1795. അടുത്ത പീകോക്ക് ഷെയ്ഡാണ്. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറിലേക്കാണ് വന്നിരിക്കുന്നത്. പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിൽ നമ്മുടെ ബോർഡർ പോർഷനിലും അതുപോലെ തന്നെ പല്ലു പോർഷനിലും വരുന്ന കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ്. ഈ ഒരു ഗ്രീനൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല. എൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന പിങ്ക് ആണെങ്കിൽ അതിലും സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഫോട്ടോസിനും വീഡിയോസും ഒക്കെ എടുത്താൽ നല്ല ഭംഗി കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്. സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന പല്ലു പോർഷനും സെയിം കളർ, പല്ലുവിൻ്റെ സെയിം കളർ ബ്ലൗസ് പീസും. നെക്സ്റ്റ് പിങ്ക് ആൻഡ് മസ്റ്റാർഡ് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ബ്ലൗസ് ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് ഒരു കോൺട്രാസ്റ്റ് ബോർഡർ, അതിലേക്ക് ബനാറസി വീവിംഗ് പാറ്റേൺ, സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന പല്ലു, കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്. 1795 ആണ് റേറ്റ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് ഹൈ എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. കാരണം എനിക്കത് ഒത്തിരി കളേഴ്സ് നമ്മൾ സെമി ജൂട്ട് സിൽക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ലാസ്റ്റ് ടൈമിലേക്കാണ് ഇതിന് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു കളർ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ഹൈ എൻക്വയറി ആയിരുന്നു. അപ്പോൾ ഇതും ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ചെറുപയർ പച്ചയാണ്. അപ്പോൾ ഇതും നമ്മൾ ഇപ്രാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1795 പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്ത കോട്ടഡോറിയ ഫാബ്രിക്. ഇത് നമ്മളിതിന് മുമ്പൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു സാരി ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിലും നമുക്ക് ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് ഈ ഒരു ഡിസൈൻ പാറ്റേൺ, ഒരു ബ്ലാക്കും ബ്രിക്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ നമ്മുടെ ബോർഡർ പോർഷനിലേക്ക് വരുന്നുണ്ട്. പല്ലുവിലും ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ആ ഒരു ബ്ലൗസ് പീസിലും അതുപോലെ തന്നെ നമ്മുടെ ബോർഡർ പീസ് പോർഷനിലേക്കും കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1895 ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓരോന്നിലെയും ഡിസൈനൊക്കെ ഡിഫറെൻ്റ് ആട്ടോ. നെക്സ്റ്റ് വൺ ബ്ലാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബോഡി പോർഷനിലൊക്കെ ഈ ഒരു ഡിസൈൻ പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത്.
പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ഇതിൽ ഓൾ ഓവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും ഡിസൈനോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരിക. 1895 റേറ്റ് വരുന്നത്. അടുത്ത ലൈൻ പാറ്റേൺ വരുന്ന സാരീസ് ഡ്രൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ലീൻ ലുക്കും കിട്ടും കേട്ടോ. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനുമായിട്ടാണ് ബോർഡർ പോർഷൻ വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ കോൺട്രാസ്റ്റ് ആ ഒരു ഓഫ് വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ബ്ലൗസ് പീസാണ് കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 1895 റേറ്റിലേക്ക് വരും. അടുത്ത വീണ്ടും ഒരു ലൈൻ പാറ്റേൺ ആണ്. കുറച്ച് റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ചിക്കും ബേജ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ലൈൻസ് വരും, ചെറിയൊരു ബോർഡർ. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ ഇതിലും ബ്ലൗസ് പീസ് ഇതുപോലെ ഡിസൈനോട് കൂടിയിട്ട് വരുന്നുണ്ട്. 1895 റേറ്റിലേക്ക്. അടുത്തത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത്. ഇത് നമ്മുടെ ബോഡി പോർഷൻ ഫുള്ള് പ്ലെയിൻ വന്നിട്ട് ചെറിയ കുഞ്ഞു ബോർഡർ പോർഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിങ്കിൻ്റെ ഷെയ്ഡോ പിങ്കിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ്സിലേക്ക് ലൈൻസും അതുപോലെ തന്നെ ഡിസൈനൊക്കെ ആയിട്ടാണ് നമ്മുടെ പല്ലു പോർഷൻ വരുന്നത്. ആ ഒരു പല്ലുവിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഹാൻഡ് വർക്ക് പ്രിൻ്റാണ് നമ്മുടെ ബ്ലൗസ് പീസിന് വരെ. കോൺട്രാസ്റ്റ് ഷെയ്ഡായിരിക്കും. 1895 റേറ്റിലേക്ക്. അടുത്ത കളർ കോമ്പിനേഷനും ബ്ലാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ സൂപ്പറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ലോവർ ബോർഡറിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കൊടുത്തിട്ട്. അപ്പർ ബോർഡറിൽ ചെറുതായിട്ടാണ് വരുന്നത്. പല്ലു കോൺട്രാസ്റ്റ് ഈ ഒരു യെല്ലോ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലേക്കാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. 1895 റേറ്റ് വരും. അടുത്ത് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് കളർ കോമ്പിനേഷൻ. എല്ലാം ഒന്നിനൊന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ബ്ലൗസ് പീസ് ചെറിയൊരു ഡോട്ട്സ് പോലത്തെ ഡിസൈൻ പാറ്റേണൊക്കെ ആയിട്ട് വരും. 1895. വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് ബ്രിക്ക്, ഒരു റസ്റ്റി കളർ ബ്ലാക്കും ഒരു റസ്റ്റി കളർ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡിയുടെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. പല്ലു കോൺട്രാസ്റ്റ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് പോലെ 1895 പ്രൈസ് റേഞ്ചിലേക്ക് വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയാണ്. നമ്മുടെ ഒരു റീസ്റ്റോക്കാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റാണ്. ഈ ഒരു ഫെസ്റ്റിവൽ അത് കഴിഞ്ഞ് വരുന്ന ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ പോലെയുള്ള ഇനി വെഡ്ഡിങ് ഒക്കേഷനിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും അത് ഞാൻ എടുത്തൊരു സാരി ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക്. ഇത് പ്രാവശ്യം ഒരു റസ്റ്റി ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. സെയിം തന്നെയാണ്, ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതുപോലെ നന്നായിട്ട് നമുക്ക് എന്താ പറയുക എംബ്രോയ്ഡറി ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരി ആട്ടോ. നമുക്ക് ഡ്രൈപ്പൊക്കെ ചെയ്താലും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. 1 ലെയറായിട്ടോ പ്ലീറ്റ്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1 ലെയറായിട്ടായിരുന്നു, ഇപ്രാവശ്യം പ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബോർഡേഴ്സിൽ ഇതുപോലെ ടോൺ ഷെയ്ഡിലേക്ക് നമുക്ക് ആ ഒരു സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ ആപ്ലിക് വർക്ക് ആട്ടോ. ഒരു കോഫി ബ്രൗണിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ആപ്ലിക് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പല്ലുവിലും ആ ഒരു സെയിം ആപ്ലിക് വർക്ക് തന്നെ വരുന്ന അടിപൊളിയായിട്ടുള്ള സാരി. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും കോമ്പിനേഷൻസും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് വെയർ ചെയ്യുന്നതല്ലോ, ഇതിൻ്റെ ബ്ലൗസ് വരുന്ന സെയിം കളറിൽ ടോൺ ടു ടോൺ ഷെയ്ഡ് ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കുമായിട്ടാണ് വരുന്നത്. 2890 ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത്. അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബേബി ബോയ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കളർ കോഡൊക്കെ ആയിട്ട് ബാപ്റ്റിസം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ പോലെയുള്ള ഒക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിലെ ആപ്ലിക് വർക്കിൻ്റെ ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞാൻ വെയർ ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതും ഓൾ ഓവർ ബോഡി പോർഷനിൽ ഇതുപോലെ ബോഡിയിലും അതുപോലെ തന്നെ പല്ലു പോർഷനും ആപ്ലിക് വർക്കും ബോർഡേഴ്സിലേക്ക് സ്കാലപ്പ് വർക്കും വരും. ഇതിൻ്റെയും ബ്ലൗസ് പീസിൽ ടോൺ ടു ടോൺ ഷെയ്ഡ് എംബ്രോയ്ഡറി വർക്കുണ്ട്. 2890 റേറ്റിലേക്ക് വരും. അടുത്തതൊരു പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാട്ടോ. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ ചൂസ് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പേസ്റ്റൽ ഗ്രീൻ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റൽ ചാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച് വെയർ ആയിട്ട് ഹോളി കമ്മ്യൂണിയനോ അല്ലെങ്കിൽ ബാപ്റ്റിസം പോലെയുള്ള ഒരു ഒക്കേഷനൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള സാരീസ് ആട്ടോ. ഫുള്ളായിട്ട് ആപ്ലിക് വർക്കാണ് വരുന്നത്. 2890 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വീണ്ടും പിങ്കിൻ്റെ ഷെയ്ഡിന് ബേബി ഗേളാണെങ്കിൽ നമുക്ക് കളർ കോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതിലെ ആപ്ലിക് വർക്കും സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. 2890 റേറ്റ് വരുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ്. അപ്പോൾ ഇതിലേത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഗീവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.